ഹലോ, അപ്പോൾ ഇന്നൊരു ചെറിയ സൺഡേ വ്ളോഗാണ് കേട്ടോ. കുറച്ച് നാളെ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ കാലത്ത് എണീറ്റപ്പോൾ തന്നെ നമ്മുടെ ജോലി പെരക്കത്തേക്കൂടെ നടന്നു പോകുന്ന സീനാണ് കേട്ടോ കണ്ടത്. അവളടക്കം കയറി ഇങ്ങനെ നടക്കാറുണ്ട്. കാലത്ത് നമ്മൾ രാത്രി അയച്ചു വിടുമല്ലോ, അപ്പോൾ കാലത്താണ് അവളെ നമ്മൾ ചങ്ങലൊക്കെ ഇടാറ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാലത്ത് തന്നെ പല്ലേപ്പിലോട്ടാണ് പോകുന്നത്. അപ്പോൾ പാറുവിനെ ഞാൻ ഇങ്ങനെ കസേര കയറ്റി നിർത്തിയിട്ടാണ് പല്ലേപ്പിക്കാറ്. ആദ്യം അവൾ ബ്രഷും കൊണ്ട് ഫ്രണ്ടിലത്തെ രണ്ട് പല്ലിങ്ങനെ ഉറക്കും. ഞാൻ ക്യാമറയും കൊണ്ട് അടുത്ത് വന്നപ്പോൾ അവൾക്ക് അതൊരു നാണം പോലെ ആയിട്ട് അപ്പോൾ അവൾ നോ 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 ക്യാമറ മാറ്റി അവിടെ പുറകെ കൊണ്ടുപോയി വെക്കുന്നതാണ് കേട്ടോ പറയണത്. അങ്ങനെ ഞാൻ പുറകിലൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് അവൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ കൊണ്ടുപോയി വെക്കാനായിട്ട്. അങ്ങനെ അതൊക്കെ പിന്നെ ഞാൻ രണ്ട് സോപ്പും കഷ്ണം അവളുടെ കയ്യിൽ കൊടുക്കട്ടെ. അപ്പോൾ അത് കൊടുക്കുമ്പോൾ അവൾ എനിക്ക് ബ്രഷ് തരും. അങ്ങനെ ഞാൻ അവളെ പല്ല് തേപ്പിക്കും കേട്ടോ. ആദ്യം അവൾ രണ്ടുപേരെയൊക്കെ കുറച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ നല്ലോണം അവളെ തേപ്പിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ബ്രഷിങ് ആണ് കേട്ടോ. അങ്ങനെ എൻ്റെ പല്ലിപ്പൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് മുറ്റടിക്കാനുണ്ട് പുറകിൽ. മറ്റേ നമുക്ക് ഇരുമ്പം പുളിയൊക്കെ വീണ് കിടക്കണോണ്ടേ മുറ്റം ഭയങ്കര ഇതായിരിക്കും കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ് മുറ്റടിക്കാനായിട്ട്. കാരണം ഇരുമ്പം പുളിയൊക്കെ ഇഷ്ടമാതിരി ഇപ്പോൾ ഇടക്ക് മഴയൊക്കെ ഉള്ളതുകൊണ്ട് വീണ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് വാരി കൂട്ടിക്കളയണല്ലോ വീണ് കിടക്കണത്. അധികം ഇലയൊന്നും ഇല്ല, എന്നാലും ഇരുമ്പം പുളി ഉണ്ടേ, അതാണ് പ്രശ്നം. പിന്നെ അതൊക്കെ വാരി നമ്മളൊന്ന് കൂട്ടി ചാക്കിലോട്ടാക്കി കൂട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രണ്ടിലോട്ട് വന്നിട്ട് ജൂലിനെ കെട്ടാൻ നോക്കിയിട്ട് ജൂലി ചില ദിവസം നല്ല അടങ്ങി ഒതുങ്ങി നല്ല മിടുക്കി കുട്ടിയായിട്ട് വന്നിട്ട് കെട്ടണോടത്ത് വന്ന് നിന്ന് തരും കേട്ടോ. അപ്പോൾ അവൾക്ക് കുറച്ച് പെഡിഗ്രി അതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് കൊടുത്തു. അപ്പോഴേക്കും നമ്മുടെ പാറും അതിൻ്റെ ഒപ്പം എത്തി. അപ്പോൾ അവൾക്കും പെഡിഗ്രി ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവളുടെ 2 കൊടുത്തവൾ അങ്ങനെ അതും കൊടുത്തു കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ ബോഗൻവില്ലയിൽ ഒരെണ്ണം ഇങ്ങനെ ഉണങ്ങി നിൽക്കണുണ്ട്. അവരുടെ വെള്ളം ഇല്ലാണ്ടാവും, വയറ്റുങ്ങളുടെ എല്ലാം ഉണങ്ങി നിൽക്കാറുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് അതിന് മാത്രം ഒഴിച്ചു കൊടുത്തുള്ളൂ, വേറെ ഒന്നിനും ഒഴിച്ചു കൊടുത്തൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ റോസാക്കമ്പ് കുറച്ച് വെട്ടിക്കളഞ്ഞപ്പോൾ അത് നട്ടയിൽ അതിന് മുളപ്പ് വന്നിട്ടുണ്ട്. പിന്നെ കാലത്ത് തന്നെ കപ്പയും ചമ്മന്തി ആയിരുന്നു, അത് കഴിച്ചു. ടി വി വെച്ചു. അപ്പോൾ ടി വിയിൽ ഞങ്ങൾ എന്നും പണി എടുക്കുന്ന സമയത്ത് പാട്ട് വെക്കും. അപ്പോൾ എനിക്കും മാറുവിനും കാലത്ത് പാട്ട് ഭയങ്കര ഇഷ്ടമുണ്ട് കേൾക്കാനായിട്ട്. പാട്ട് കേട്ടിട്ടാണ് ഞാനും ഓരോ പണികളും ചെയ്യുക, അടിച്ചു വാരലായാലും തുടക്കലായാലും. അപ്പോൾ എനിക്ക് അവൾക്ക് ഇഷ്ടമുള്ള ഓരോ പാട്ടുകളുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് വിഷയമായിട്ട് എണീക്കണ സമയമായപ്പോൾ കട്ടൻ ചായ വെച്ചു. കട്ടൻ ചായ വെച്ചപ്പോൾ ഒരത്തിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവൾ വാങ്ങിച്ച് കുടിക്കുകയാണ്. പിന്നെ നമ്മൾ കിടന്ന ബെഡൊക്കെ ഒന്ന് നീറ്റാക്കി വിരിച്ചിട്ടിട്ടുണ്ട്. കുറച്ച് നേരത്തേക്കാണ് അവൾ അതിൻ്റെ മുകളിൽ കയറി ചാടിക്കൂടി അത് വീണ്ടും ചുരുക്കും. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേന് അച്ഛനും മോളും കൂടി നല്ലൊരു ഡാൻസായി. അപ്പോൾ ഞാൻ ഇപ്പോൾ മെഷീനടി തുടങ്ങിയേക്കണോണ്ട് കുറച്ച് ഓയിലൊക്കെ കുറച്ച് ദിവസമായി മെഷീനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് സ്മൂത്തായിട്ട് നീച്ചിട്ട് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തു. പിന്നെ എൻ്റെ കുളി കഴിഞ്ഞ് പാറുവിൻ്റെ കുളി കഴിഞ്ഞപ്പോൾ പാറുവിന് അച്ഛൻ ഇൻസ്റ്റാമാട്ടിയും സ്ട്രോബെറിയും കുറച്ച് മിഠായിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾ അത് പിടിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ ചാള വറുക്കാറുണ്ടായിരുന്നു. കുഞ്ഞിച്ചാള ഇപ്പോൾ സുലഭമായതുകൊണ്ട് കുഞ്ഞിച്ചാള ഉണ്ടോ വീട്ടിൽ. പിന്നെ ദ വെൽ എന്ന് പറഞ്ഞൊരു മൂവി കണ്ടു കേട്ടോ. നല്ല അടിപൊളി സൈക്കോ മൂവിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും കാണാൻ പേടിച്ച് വിറയ്ക്കും. അത് കഴിഞ്ഞ് നമ്മുടെ അപ്പുറത്തെ വീട്ടിലൊരു കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് കേക്കും കിട്ടി, പായസവും കിട്ടിയായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ മുകളിൽ ഉണക്കാൻ വിട്ടു. നല്ല വെയിലായതുകൊണ്ട് മുകളിൽ ഉണക്കാൻ തുണികൾ ഇട്ടിട്ടുണ്ടായിരുന്നു. വിഷ്ണേട്ടൻ കൊണ്ടുവന്ന തുണിയൊക്കെ നാളെ പോകുമ്പോൾ കൊടുത്തു വിടണമല്ലോ. അതൊക്കെ ഉണക്കി അലക്കി ഉണക്കി അതൊക്കെ വിഷ്ണേട്ടൻ നാളെ കൊണ്ടുപോകാനുള്ള ബാഗിലൊക്കെ ആക്കി. പിന്നെ അതേ പാറുവിൻ്റെ വൈകുന്നേരത്തെ കുളി കഴിഞ്ഞ് ഞങ്ങൾ ചുമ്മാ വീണ്ടും നടക്കാനിറങ്ങി. കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷമുണ്ട് നടക്കാനിറങ്ങുന്നത്. പിന്നെ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ തങ്ങണി വെച്ച് യൂട്യൂബ് എടുത്തിട്ട് പിന്നെ ചാനൽ വന്നില്ല എന്നും പറഞ്ഞിട്ട് ലൈവ് ചാനൽ വന്നില്ല എന്ന് പറഞ്ഞാൽ അതൊന്ന് ശരിയാക്കി കൊടുക്കാൻ വിളിച്ചു. അങ്ങനെ അവിടെയും പോയി. പിന്നെ നമ്മളൊരു 6-7 മണിയായപ്പോഴേക്കും നമ്മുടെ ഒരു ബാക്കി ഉണ്ടായിരുന്ന ചാള വെച്ചിട്ടൊരു ചാളപ്പീര വെച്ചു. ചാളപ്പീര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ കൊഴുവയും വെച്ച് പീര വെക്കും. ഇപ്പോഴത്തെ സമയം 9:04 അവൾ പാമ്പും കോണിയും വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഞാനും പാറും കൂടി ചുമ്മാ ഒന്ന് പാമ്പും കോണിയൊക്കെ കളിച്ചു. രാത്രി ഉറങ്ങാൻ പോവാണ്ട് പച്ചപ്പുറത്ത് കിടന്ന് ഉറങ്ങണമുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ടാറ്റാ, ബൈ ബൈ, സി യു.